ഈ ഉച്ച സമയത്ത് എൻ്റെ കൂട്ടുകാർക്കൊക്കെ എന്താ വിശേഷം? എല്ലാവർക്കും സുഖമാണോ? ഇന്ന് ഞാൻ ഒരു നല്ല ടേസ്റ്റുള്ളൊരു ഡിഷ് ഉണ്ടാക്കാൻ പോവാട്ടോ. എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ ഇന്നലെ മീൻ കടയിൽ പോയപ്പോൾ എനിക്ക് തൊട്ടപ്പുറത്ത് തന്നെയാണ് ചിക്കൻ കടയിൽ. അപ്പോൾ ചിക്കൻ കടയിൽ ചെന്ന് ഞാൻ ചിക്കൻ മേടിക്കാനായിട്ട് ചെന്നു. അപ്പോൾ അപ്പുറത്ത് കപ്പ ഇരിക്കുന്നുണ്ടോ, കപ്പയും മേടിച്ചു. അപ്പം ഞാൻ എനിക്ക് കുറച്ച് ചിക്കൻ്റെ പാർട്സ് കിട്ടി. ഈ ചീഞ്ഞിട്ട് നിറച്ചില്ല കേട്ടോ, അത് കുറച്ചുള്ളൂ. ഞാൻ വെള്ളം കഴുകി വെള്ളം പോകാനായിട്ട് 1 കിലോ വാങ്ങിച്ചു. അപ്പോൾ അത് നേരത്തെ ഇവിടെ ഞാൻ എങ്ങനെ മേടിച്ചിരിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അച്ചു ഉണ്ടായിരുന്നു. അപ്പം അച്ചുവിന്, ഞങ്ങളുടെ അച്ചു, അപ്പം അച്ചു ഇല്ല കേട്ടോ, അച്ചുവിന് കൊടുക്കാനായിട്ട് ഞങ്ങളിത് വാങ്ങിച്ച് വരട്ടി. അപ്പോൾ അവന് ഒരുപാട് ഫുഡൊന്നും അങ്ങനെ കൊടുക്കില്ല. ഞങ്ങൾ പെഡിഗ്രി, ഇത് മുട്ട പുഴുങ്ങിയത്, പിന്നെ പാല്. അപ്പോൾ ഇതായിരുന്നു അവൻ്റെ ഫുഡ്. അപ്പം ഞങ്ങളിത് അങ്ങനെ ചുമ്മാ ഉപ്പും മുളകും മഞ്ഞളൊക്കെ ഇട്ട് ഞാൻ ഈ ഉരുളിയിൽ തന്നെ ഇട്ട് വരട്ടി ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ അല്ലെങ്കിൽ വൃത്തിയായിട്ട മണം വരില്ല. അപ്പോൾ അതൊക്കെ വരട്ടി എടുത്ത് വയ്ക്കും. അപ്പം ഞങ്ങൾക്ക് കഴിക്കാവുന്ന രീതിയിലാണ് ഞങ്ങൾ അവനും കൊടുത്തുകൊണ്ടിരുന്നത്. അനാവശ്യ സാധനങ്ങളൊന്നും അവന് കൊടുക്കില്ലായിരുന്നു. അപ്പം അവൻ എവിടെയാണോ ഞങ്ങളെ വിട്ടു പോയി. അപ്പോൾ അത് ഞാനിങ്ങനെ ഉണ്ടാക്കണേന്ന് നമുക്ക് നോക്കാം. ഞാൻ ഇവിടെ ഉരുളി അടപ്പത്ത് വെച്ച് ഉരുളിയിലാട്ട് വരട്ടണേ. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അത്യാവശ്യം വെളിച്ചെണ്ണ ഒഴിച്ചു. പിന്നെ ഇത് കുരുമുളക് ഇട്ടാണ്. അവന് കൊടുക്കുമ്പോൾ കുരുമുളക് അധികമില്ലായിരുന്നു. സാധാ ചിക്കൻ മസാലയും മീറ്റ് മസാലയും മുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെ ഇട്ട് വരട്ടും. പിന്നെ ഇപ്പം ഞാനിത് കുരുമുളക് അധികം ചേർക്കും. അപ്പം അങ്ങനെയാണ് ഇതിൻ്റെ ടേസ്റ്റ് പഠിച്ചത് അങ്ങനെയായിരുന്നു. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഇപ്പം ഞാൻ 2 സവാള, ഒരു 5-6 ചുമന്നുള്ളി, 1 കുടം വെളുത്തുള്ളി, ഒരു നല്ലോണം ഒരു വലിയ കഷ്ണം ഇഞ്ചി, 2 പച്ചമുളക് ചേർത്ത് നമുക്കിത് കഴുകി വാരി നമുക്കൊന്ന് വൃത്തിയായിട്ടൊന്ന് വരട്ടിയെടുക്കാം. നല്ല ടേസ്റ്റാട്ടോ. നന്നായിട്ട് വരട്ടി ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് വരട്ടി എടുക്കണം. ഇത് വരണ്ട് വരാനായിട്ട് ഉപ്പിട്ട് കൊടുക്കണം. സവാളയൊക്കെ വരട്ടാൻ ഒരു 2 കറിവേപ്പിലയും കൂടെ ഇട്ട് വരട്ടാം. നമ്മൾ വരട്ടിയെടുക്കാം. കറിവേപ്പിലയൊക്കെ തീരാറായിട്ടോ. ഇതേ വരണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. നമുക്കിതിലേക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഒരു വലിയ സ്പൂണിന് 1 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ കുഞ്ഞ് ടീസ്പൂണിന് മഞ്ഞൾപ്പൊടി, അല്പം ഗരം മസാല, കുരുമുളക് പൊടി ഇടണ്ട. അപ്പം പിന്നെ ഒരുപാട് അങ്ങോട്ട് മസാലയുടെ ആവശ്യമില്ല. മസാല പേരിന്. പിന്നെ ഇതിലേക്ക് കുരുമുളകാണ് കേട്ടോ അതിൻ്റെ ടേസ്റ്റ് വരുന്നത്. ടേസ്റ്റിന് കുരുമുളക് നമ്മൾ ഇവിടെ പൊടിച്ച കുരുമുളകായത് കാരണം നല്ല എരിവുണ്ട്. വരട്ടിക്കൊടുക്കും. നല്ല ഫൈനായിട്ടൊന്ന് വരട്ടി. പിന്നെ ഇത് എല്ലാവർക്കും ഒന്നും ഇഷ്ടപ്പെടില്ല കേട്ടോ ഇതിൻ്റെ ടേസ്റ്റ്. പക്ഷേ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഉണ്ടാക്കി നോക്കുക, കഴിക്കുക. പിന്നെ ഇത് എല്ലാവരും പറയും ചിക്കൻ്റെ ഇതിനകത്ത് ചെല്ലണ ഹോർമോൺ ആദ്യം ചെല്ലണത് ഇതിൻ്റെ ചിക്കൻ്റെ പാർട്സിലേക്കാന്ന് പറയും. ചിക്കനും നമുക്ക് ഒരുപാട് കഴിക്കാൻ പാടില്ല. 6 മാസം കൊണ്ട് വലുതാവുന്ന കോഴി 40 ദിവസം ആകുമ്പോഴത്തേക്ക് എടുക്കുമ്പോൾ അത് എന്തോരം പിള്ളേരുടെ കാര്യം തന്നെ കണ്ടില്ലേ എല്ലാം. അങ്ങനെയാണ്. പണ്ടൊക്കെ നമ്മൾ ഞണ്ട് ഞവണിക്കൊക്കെ ചീരയില, നമ്മുടെ പറമ്പിലുണ്ടാകുന്ന സാധനങ്ങൾ നമ്മൾ പാടത്തുനിന്ന് മീനൊക്കെ പിടിച്ചാണ് ഞങ്ങൾ കഴിച്ചുകൊണ്ടിരുന്നത്. എൻ്റെ വീട് പാടത്തിൻ്റെ കരയിലായത് കാരണം ഇപ്പം അതൊന്നും
ഞാൻ പലപ്പോഴും പറഞ്ഞിട്ട് ഞാൻ വലിയ മീൻ കണ്ടത് ഇവിടെ വന്നേ പിന്നെയാണ്, അങ്കമാലിൽ വന്നേ പിന്നെയാണ് വലിയ മീൻ കണ്ടത്. ചെറിയ ചെറിയ പരലും ബ്രാല് മുഴി അതൊക്കെയാണ് ഞങ്ങളുടെ ഭക്ഷണവും, അതൊക്കെ തന്നെയാകും. ഇത് ശരിക്കൊന്ന് പറഞ്ഞിട്ട് വരട്ടെ. അല്പം കൂടെ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അതിൽ നെയ്യുണ്ട്, എന്നാലും ഇപ്പോൾ അല്പം വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു. പൊടിയിട്ടപ്പോൾ വെളിച്ചെണ്ണ കുറവാണെന്ന് തോന്നുന്നു. കണ്ടോ, വെളിച്ചെണ്ണ ഒഴിച്ചിപ്പോൾ പറയുന്നത്. പിന്നെ നിങ്ങൾക്കൊക്കെ എന്താ വിശേഷം? ചൂട്, മഴ? ഇവിടെ മഴയൊന്നും ഇല്ല ഞങ്ങൾക്ക്. ഇപ്പോൾ ഇതിലൊന്ന് പനിനീര് തളിച്ചും കൊണ്ട് പോകും പോലെ. കുറേ നേരം വെള്ളത്തിലിട്ടായിരുന്നാൽ ഇതിനകത്തുള്ള ചോരയുടെ അംശം എല്ലാം പോകും കേട്ടോ. അപ്പം ഇതിൽ അങ്ങനെയൊന്നുമില്ല. നല്ല വൃത്തിക്ക് ഞാൻ കഴുകി എടുത്തിട്ടുണ്ടാകും. ഒരു സ്റ്റൈലിലൊക്കെ വെച്ചാണ് ഞാനിത്. ഇത് അവർ ക്ലീൻ ചെയ്ത് തന്നതാണ്, നമുക്കിവിടെ ഒന്ന് ക്ലീൻ ചെയ്യേണ്ട ആവശ്യമില്ല. അവർ ക്ലീൻ ചെയ്ത് ഞാനപ്പോൾ അപ്പുറത്ത് ചെന്നപ്പോൾ ചേച്ചി ഇതെവിടെ ഉണ്ട് കൊണ്ടപ്പോൾ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു എന്നാൽ 1 കിലോ തന്നേരെ എന്ന് പറഞ്ഞു. ഇത് കപ്പയുടെ കൂടെ കഴിക്കാം, കപ്പയുടെ കൂടെ പൊറോട്ട, പിന്നെ ചപ്പാത്തി, എൻ്റെ കൂടെയൊക്കെ നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാം. ഞാൻ ഇപ്പോൾ ഇത് കപ്പ മേടിച്ച് തിരിപ്പുണ്ട്. അപ്പം ഇതും കപ്പ ഉലത്തിയിട്ട് ഇതും കഴിക്കാം എന്നുള്ള ഇത് വെച്ചാട്ടോ. എനിക്ക് വെക്കട്ടെ. ഉരുളി ചെരിഞ്ഞു, ഉരുളിയിൽ വരട്ടിയെടുക്കണം. അപ്പം ശരിക്കും വരണ്ട് മുഴുവൻ. തീ ഒന്ന് കുറച്ച് വയ്ക്കാം. അപ്പം അവനോട് ഇരുന്ന് വേഗം തീ ഒന്ന് കുറച്ചു. നമ്മുടെ എന്തായി നോക്കാം കേട്ടോ. പാർട്സ് എന്തായി നോക്കാം. ചൂടുണ്ട്, തിളക്കണ്ട കേട്ടോ. ഇതിനകത്ത് ഞാൻ നല്ലോണം, ഞാൻ പറഞ്ഞില്ലേ, 2 സവാള, വലിയ കപ്പ് ഇഞ്ചി, 5-6 ചുവന്നുള്ളി, 1 കുടം വെളുത്തുള്ളി ചേർത്തിട്ടുണ്ട്. അപ്പോൾ തന്നെ ഇതിൽ കിടന്ന് പിന്നെ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി എല്ലാം, കുരുമുളകും, ബാക്കി ഇരുന്ന വേപ്പിലയും കൂടെ കൂടി നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് വേപ്പിലയും കൂടെ ഞാൻ എടുത്തു കൊടുക്കുന്നതാണ്. അപ്പോൾ അതും കൂടെ കൂടി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഉപ്പുണ്ടോയെന്ന് നോക്കണം. വെന്തിട്ടില്ല കേട്ടോ. എന്ത് വരുമ്പോൾ ശരിക്കും വരട്ടിയെടുക്കണം. അല്പം കൂടെ ഉപ്പിട്ട് കൊടുക്കണം, എരിവൊക്കെ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ ബട്ടൺ ഒന്ന് ഞെക്കിയാലാണ് ഞാനിടുന്ന വീഡിയോ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് വരുള്ളൂ. എന്നാലാണ് എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും കാണാനും പറ്റുള്ളൂ. അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. അതെൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയെന്ന് പറയുന്നത് കേട്ടോ. എനിക്ക് ഒരുപാട് ഫ്രണ്ട്സിനെ കിട്ടി, ഒരുപാട് സന്തോഷം. അതിലൊക്കെ ഒന്നുകൂടെ ഇരുന്ന് വേവട്ടെ കേട്ടോ. അല്പം കുരുമുളകും കൂടെ നമുക്ക് ഇതിൻ്റെ കൂടെ ചേർക്കാം കേട്ടോ. അല്പം കൂടി ചേർക്കാം. കണ്ടോ, ശരിക്കും ഫ്രൈ ആയി വരട്ടി. ഇനി എല്ലാവരും ഉണ്ടാക്കി നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. കണ്ടോ, സൂപ്പറാട്ടോ. കണ്ടോ, ഇത് ചിക്കൻ്റെ പാർട്സ്.
എല്ലാവരും ഉണ്ടാക്കി നോക്കി കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മളത് കൂടെ കൂടെ കഴിക്കാൻ തോന്നണ ഒരു സാധനമാണ്. പക്ഷേ എല്ലാവർക്കും ഇഷ്ടപ്പെടില്ല എന്ന് ഞാൻ വീണ്ടും പറയണു. ഞങ്ങൾക്കിഷ്ടമാണ്. ഇത് കപ്പയുടെ കൂടെ കഴിക്കാനുണ്ടല്ലോ, സൂപ്പർ അടിപൊളിയാണ്. കണ്ടോ, വെള്ളമൊക്കെ പറ്റി ആ സവാളയിൽ കിടന്നതെല്ലാം വരണ്ട് നല്ല മണം. ഇത് നമ്മളെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ വേഗം എടുത്തു വച്ചേക്കും. അല്ലെങ്കിൽ തട്ടുകടക്കാർ കൊണ്ടുപോകും. പിന്നെ ബാറിലേക്ക് കൊണ്ടുപോകും ചേച്ചി. അത് കാരണം എന്നോട് പറയാം, അമ്മായി വരുമേ, മാർക്കറ്റിൽ വരുമേ. മാർക്കറ്റിൻ്റെ വാർക്ക് തന്നെ ടൈപ്പാണ്. അത് നന്നാക്കി ക്ലീൻ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും എൻ്റെ കറി ഇതൊന്ന് കൂട്ടി നോക്കുക കേട്ടോ, കണ്ടോ. അപ്പം ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ടാറ്റാ ബായ്. ഗ്യാസ് ഓഫ് ചെയ്യട്ടെ, എൻ്റെ പണി കഴിഞ്ഞു. ചൂടാകുക. 2-3 ദിവസമൊക്കെ ഞങ്ങൾക്ക് ഇന്ന് കഴിക്കാനുണ്ട്. അധികമൊന്നും കഴിക്കാൻ പറ്റില്ല.